ആദ്യം വധഭീഷണി, പിന്നെ മാപ്പ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ രാത്രി 8:30-ക്ക് ശേഷം വരുന്ന സംഗതികളെ അർഹിക്കുന്ന ബോധ്യത്തോടെ പലപ്പോഴും അവഗണിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞത്, സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം തനിക്ക് ദുബായിൽ നിന്നുണ്ടായ വധഭീഷണിയും അതിൻ്റെ നമ്പറുകളും സഹിതം പരാതി കൊടുത്ത് ഒടുവിൽ ദുബൈയിലെ ഇൻകാസ് പ്രവർത്തകർ ഈ ആളിനെ സ്പോട്ട് ചെയ്ത് സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ ക്ലിപ്പൊക്കെ പുറത്തു വന്നിരുന്നു. അതിനുശേഷം അയാളെ സൈബർ ബുള്ളിയിങ് നടത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് സന്ദീപ് വാര്യരുടെ ഒരു പോസ്റ്റും കാണാനായി. ഇത് അന്തർദേശീയ ദേശീയ പ്രശ്നങ്ങൾ മാത്രമല്ല, പ്രാദേശിക പ്രശ്നങ്ങൾ കൂടിയാണ് ഈ സന്ധ്യാനേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റുകളും കമൻറ്റുകളും വോയിസുമൊക്കെ. അതിനെക്കുറിച്ചാണ് പറയണമെന്ന് വിചാരിച്ചത്. സന്ദീപ് വാര്യർ ഒരു ഷാർപ്പ് ടങ്ങിനുടമയാണ്. അദ്ദേഹം സംഘപരിവാർ പ്രവർത്തകനായിരുന്നു. അന്നും അദ്ദേഹത്തിൻ്റെ ചർച്ചകളും അഭിപ്രായങ്ങളുമൊക്കെ പലതരത്തിൽ അദ്ദേഹത്തിനോട് വിയോജിക്കുന്നവർക്ക് കടുത്ത വിരോധവും എതിർപ്പുമൊക്കെ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ ആ സാഹചര്യത്തിൽ അദ്ദേഹം കോൺഗ്രസിൽ വരികയും ഇപ്പോൾ കോൺഗ്രസിൻ്റെ വക്താവായി അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ വളരെ ഷാർപ്പായും അതുപോലെ തന്നെ കൃത്യമായും മറുപടി പറയുകയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ സ്വന്തം പാർട്ടിക്കാരുടെ ആവേശവും അദ്ദേഹത്തിൻ്റെ പഴയ പാർട്ടിക്കാരുടെ തെറിപ്പൂരവും പലപ്പോഴും ഞാനിങ്ങനെ വായിച്ചു പോകാറുണ്ട്. അദ്ദേഹത്തിന് പാണക്കാട് ബന്ധവുമായി ബന്ധപ്പെട്ടും ലീഗിൻ്റെ ബന്ധവുമായി ബന്ധപ്പെട്ടും ജിഹാദിയുമൊക്കെയായി ബന്ധപ്പെട്ടാണ് സംഗതികളൊക്കെ നടക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ആരെങ്കിലും മുസ്ലിം പക്ഷത്ത് അഭിപ്രായം പറഞ്ഞാൽ പിന്നെ അവർ ജിഹാദിയാണ്. മറുപക്ഷത്തുമുണ്ട് സംഘപരിവാർ ആക്കുന്ന പ്രവണത. ഏതായാലും അതിങ്ങനെ തുടരുന്നതിനിടയിലാണ് ദുബായിൽ നിന്ന് അദ്ദേഹത്തിന് വധഭീഷണി ഉണ്ടായത്. സാധാരണ ഇടയ്ക്കിടയ്ക്ക് ചിലരൊക്കെ ഒരു പ്രാധാന്യത്തിന് വേണ്ടി ഈ വധഭീഷണി പറയാറുണ്ട്. ഞാൻ ആദ്യം കരുതിയത് അങ്ങനെ എന്തെങ്കിലും കുബുദ്ധികളായിരിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ്. ഒടുവിൽ അദ്ദേഹം നമ്പർ സഹിതം വെച്ച് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയും ആ നമ്പർ പങ്കുവെച്ച് ഇൻകാസിൻ്റെ ചില പ്രവർത്തകർ ഈ നമ്പറിലേക്ക് വിളിച്ച് ആളിനെ സ്പോട്ട് ചെയ്തപ്പോൾ അദ്ദേഹം ദുബായിലാണ് ഉള്ളത്. അതൊരു പ്രത്യേകതയാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഈ ദുബൈയുടെ ഒരു മനോഹരമായ അന്തരീക്ഷത്തിൽ ജീവിച്ചുകൊണ്ടാണ് ഇവിടെ ഈ തെറിപൂരവും വിദ്വേഷവും ഒക്കെ പറയുന്നത്. അവിടെ വളരെ മനോഹരന്മാരും മാന്യന്മാരും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നേരിട്ടിടപെടുന്നവരും നെന്മ മരങ്ങളും ഒക്കെ ആയിരിക്കും എന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഏതായാലും അങ്ങനെയുള്ള ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്ന ശേഷം ഇന്നൊരു പോസ്റ്റ് കാണാനിടയായി. ആളിനെ കണ്ടുപിടിച്ചെന്നും ആൾ തന്നോട് മാപ്പ് പറഞ്ഞുവെന്നും മദ്യത്തിൻ്റെ ലഹരിയിൽ അറിയാതെ അയച്ചു പോയതാണെന്നും ഞാനൊരു RSS പ്രവർത്തകനാണെന്നും ഒക്കെ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. നിയമ നടപടികൾ തുടരുമെന്നും എന്നാൽ സൈബർ ബുള്ളിയിങ് വേണ്ടെന്നും സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്ന് ഈ സാമൂഹ്യ മാധ്യമവുമായി ബന്ധപ്പെട്ടുള്ളത് ഈ സായാഹ്ന പോസ്റ്റുകളാണ്. സന്ധ്യ കഴിയുമ്പോൾ മനുഷ്യരൊന്നും മിനുങ്ങാറുണ്ട്. അങ്ങനെ മിനുങ്ങുമ്പോൾ നിയന്ത്രണ വിധേയമല്ലാത്ത സ്വാഭാവിക സ്വത്വം പുറത്തു വരും. ആ പുറത്തു വരുന്ന ഘട്ടത്തിൽ എടുത്തു വെച്ചൊന്നെങ്കിൽ പോസ്റ്റ് ഇടും, കമൻ്റ് ഇടും, അല്ലെങ്കിൽ ഇതുപോലെ വോയിസ് ഇടും. കുറച്ച് കഴിഞ്ഞ് തെളിയുമ്പോൾ അതങ്ങ് ഡിലീറ്റ് ചെയ്യും. ഈ 8:30 മണി കഴിഞ്ഞു 9 മണി കഴിഞ്ഞു ഇടുന്ന പോസ്റ്റുകളെ ഇത്തരമൊരു ശീലമുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ പ്രാധാന്യമേ കൽപ്പിക്കാവൂ. കാരണം അതൊക്കെ കഴിപ്പ് കഴിഞ്ഞുള്ള അഭ്യാസങ്ങളാണ്. പ്രാദേശികമായോ മനുഷ്യർക്ക് ആശയപരമായോ വ്യത്യാസമുണ്ടെങ്കിൽ നേർക്ക് നേരെ ഇത്തരം സംഗതികളല്ലാതെ ഒരാൾക്ക് അഭിപ്രായം തുറന്നു പറയാനുള്ള അവസരമുണ്ട്. പിന്നെ അടുത്തടുത്തുള്ള ആളുകളാണെങ്കിൽ ഇതിലൊക്കെ എഴുതുന്നതിന് മുമ്പ് നേർക്ക് നേരെ ധൈര്യപൂർവ്വം വന്ന് ചെയ്ത കുഴപ്പങ്ങളോ തെറ്റുകളോ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ ഭീഷണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നടത്തി അത് കാര്യം ചർച്ച ചെയ്തൊരു പരിഹാരം ഉണ്ടാക്കേണ്ടതാണ്. അതിനു പകരം ഇങ്ങനെ എഴുതുമ്പോഴേക്കും ആരാണ് ചെയ്തതെന്നും എന്താണെന്നും കാര്യമറിയാതെ പിന്നെ അതിനുമായി ഒരുപാട് ആളുകൾ അങ്ങ് രംഗത്തിറങ്ങും. ഏതായാലും സന്ദീപ് വാര്യരുടെ കേസിൽ മാപ്പ് പറഞ്ഞു. മാപ്പ് ഇവർക്കൊരു പുത്തരിയല്ലെന്നും ചരിത്രപരമായി മാപ്പ് പറയുന്നവരാണെന്നുമാണ് കമൻ്റാളികളുടെ അഭിപ്രായം.